സുഹൃത്തുക്കളെ, ഈ മെയ് മാസത്തെ ഫലം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഈ രീതിയിലുള്ളൊരു ചാർട്ട്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത്, അല്ലെന്നൊരു ട്രാവല്, വെൽത്ത്, അതുപോലെ ലക്ക്, റിലേഷൻഷിപ്പ്, ഫൈനാൻസ്, സ്റ്റഡി. അപ്പൊ ഇത്രയും കാര്യങ്ങള് എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്തിന്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോ ആൾക്കാരുടെ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ നാളിന്റെ ആയിട്ട് പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് 4 സ്റ്റാർ കാണും, ചിലർക്ക് 3 സ്റ്റാർ കാണും. അതുപോലെ കരിയർ, ഫൈനാൻസ്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രഡിക്ഷൻ പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വായെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും ചൊവ്വായെ അതുപോലെ കേതു, രാഹുക്കള് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പല കേസിലും പല ആൾക്കാരുടെ ബർത്ത് ചാർട്ടില് ചൊവ്വ, കേതു ഇങ്ങനെയൊക്കെയുള്ള പ്ലാനറ്റുകൾ കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ട്രാൻസിഷന് ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പോവുക, കേതു പോയിട്ട് കേതുവിന്റെ മേളിൽ കൂടെ കേതു കണക്ട് ആകുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷന് ആക്സിഡന്റ് പറ്റിയിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ നമുക്ക് ബ്ലഡ് റെമഡി എന്നുള്ള റെമഡി ചെയ്യാം. അതല്ലെന്ന രീതിയിൽ നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുക. ഇതല്ലെന്ന രീതിയിൽ ആ ഒരു പീരീഡിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആയിട്ടുള്ളൊരു കാഠിന്യത്തിന് കുറവ് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നെന്ന്. അപ്പൊ നമ്മൾ ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ കവർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത്, ശുക്രന്റെ വീഡിയോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈൽഡ് ബർത്തുമായിട്ടുള്ള ഓരോ ആൾക്കാർക്ക് അബോർഷന്, അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ IVF, അഡോപ്ഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ പല സബ്ജക്റ്റും നമ്മുടെ പല വീഡിയോയ്ക്കകത്ത് ഒന്നി വാസ്തുവിന്റെ ആയിരിക്കും, ന്യൂമറോളജി ആയിരിക്കും, മൊബൈൽ ന്യൂമറോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അല്ലെ ചില യോഗങ്ങളെ, ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഓരോ പല വീഡിയോയിലായിട്ട് കയറ്റിവിടുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 5 to 7 മിനിറ്റ് നിർത്തത്തക്ക രീതിയിലുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇത് രാശി വെച്ചിട്ടുള്ള പ്രവചനമാണ്. ലഗ്നം വെച്ച് കറക്റ്റ് ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ 100% അക്യുറേറ്റ് ആകുള്ളൂ എന്ന് മനസ്സിലാക്കും. മകരൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അതുപോലെ ഇവിടുത്തെ നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, പിന്നെ അവിട്ടത്തിന്റെ പകുതി, ഇത്രയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവോണത്തെ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനാണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അവിട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വാണ് കൺട്രോൾ ചെയ്യുന്നത്, ശനികർമ്മയാണ്. അപ്പൊ ഈ കർമ്മ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനുള്ള വളരെ നല്ല സാഹചര്യങ്ങള്, അതുപോലെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവ് തിരിച്ചു വരാന്, അല്ലെങ്കിൽ നല്ല അംബിഷ്യസ് ആയിരിക്കുക, നഷ്ടപ്പെട്ട കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഊർജ്ജസ്വലത തിരിച്ചു വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയാനും, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും, ആ പ്രണയബന്ധത്തിന് ആത്മസാക്ഷാത്കാരം ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാരെ പറ്റി. അത് തന്നെയല്ല, അങ്ങനെയുള്ള പ്രണയബന്ധങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യങ്ങള്, അല്ലെ വളരെ കാലമായിട്ട് പറയണ്ട എന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടാടുന്ന പ്രണയം തുറന്നു പറയാനും അത് സഫലീകരിക്കാനൊക്കെ ഉള്ളൊരു ആണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ഫോറക്സ്, ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള ഇത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നില്ല അതിൽ നിന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങള് ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സാം, IELTS അങ്ങനെയൊക്കെയുള്ള എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ, അതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസ്, വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിന്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും, അതുപോലെ IIT, IIM ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പുതിയ കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായിട്ട് വരാനും, അവിടെ അഡ്മിഷൻ ഉറപ്പിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, വിസ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ഫോറിൻ ട്രാവൽ, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ 300 കിലോമീറ്റർ കൂടുതലായിട്ടുള്ള യാത്രകൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, അതുപോലെ ഉല്ലാസ യാത്രകളൊക്കെ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മെയ് 14-ാം തീയതി മുതൽ തൊഴിൽ തടസ്സങ്ങൾ മാറാന്, പുതിയ ജോബ് കിട്ടാന്, അല്ലെങ്കിൽ ജോബിനകത്തുള്ള
ജോബിനകത്തുനിന്ന് പ്രൊമോഷൻ വരാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടാണ്. അതുപോലെ ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്തുനിന്ന് നല്ല അനുമോദനങ്ങൾ ഉണ്ടാകാന്, അതുപോലെ വിദേശയാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മെയ് 14 തീയതി കഴിഞ്ഞ് വളരെ അനുകൂലമാണ്. ഫോറിൻ ട്രാവൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് മോടി പിടിപ്പിക്കാന്, വീടിന് എന്തെങ്കിലും പെയിന്റിങ് അങ്ങനെ മെയിൻ്റനൻസ് വർക്ക് നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, അതുപോലെ എന്തെങ്കിലും പുതിയ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെ വണ്ടി മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കല്യാണമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടാണ്. പുതിയ വിവാഹാലോചനകൾ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങള്, ഹസ്ബൻഡ് വൈഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാന്, വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടുമുട്ടാന്, നല്ല നർമ്മ സല്ലാപങ്ങൾ നടത്താന്, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ നയിക്കാന്, അതുപോലെ പാർട്ട്ണർഷിപ്പും ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം. പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേമാതിരി എന്തെങ്കിലും ലോങ് ടൈം ക്രെഡിറ്റ് ഒക്കെ കൊടുത്തിട്ട് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെയുള്ള ഇത് കിട്ടാന്, അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാനും, അതുപോലെ നല്ല സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാകാനും, അതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്, നമുക്ക് ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനും, നല്ല മനസംതൃപ്തി നേടാനും, നല്ല ആത്മസാക്ഷാത്കാരങ്ങൾ നടത്താനും, അങ്ങനെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഒരു രാശിക്കാരെ കാത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. അതിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് നോക്കാം. അത് ആകെ ടോട്ടൽ നമ്മളിവിടെ 5 സ്റ്റാർ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, ട്രാവൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാർ, അതുപോലെ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ, ലക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സ്റ്റാർ, റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്റ്റാർ, സ്റ്റഡി വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉപരിപഠനം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 3 സ്റ്റാർ. അപ്പൊ ഈ ഒരു സ്റ്റാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപകൃതിക്ക് കാര്യങ്ങളെ എത്ര പേഴ്സണേജ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ്. ഇതൊരു രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണ്. നമുക്ക് ലഗ്നമൊക്കെ വെച്ച് പ്രഡിക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ 100% കറക്റ്റ് ആണ്. രാശി വെച്ചിട്ടുള്ള പറയുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. സിറ്റുവേഷൻ എന്നൊക്കെ ഒന്ന് വിലയിരുത്തി വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഉള്ള പ്രഡിക്ഷന്, അങ്ങനെയുള്ള മന്ത്ലി ഉള്ള പ്രഡിക്ഷന്, അതല്ലെന്നിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനൊക്കെ ഉള്ള നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നാളിനെ പറ്റിയും വിശദമായിട്ടുള്ള അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഇങ്ങനെ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് അല്ലെന്നിട്ട് നമ്മുടെ വീക്കിലി ഉള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാനെടുക്കാനും അത് കാണാനും എടുക്കാനും ഫസ്റ്റ് ഇത് ഇറങ്ങുന്നുണ്ട് തന്നെ കാണാനും എടുക്കാനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു രീതിയിൽ ഒരാൾ ഇന്നുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രഡിക്ഷൻ നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ കേട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് യോഗയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും യോഗ ക്ലാസ് അങ്ങനെ പഠിക്കുക എടുക്കുക താല്പര്യം ഓൺലൈനായിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ മോസ്ക്, ചർച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനത്തിന് സോഫ്റ്റ്വെയർ അതിൻ്റെ ഡെമോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബോഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വേണമെന്നില്ല. അല്ലെന്നൊരു നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നൊരു നിങ്ങൾക്ക് ലോഗോ ക്രിയേഷന് സ്പെഷ്യൽ വേർഡിങ്സ് വേണമെന്നില്ല. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ നെയിം അലൈൻമെൻറ്റ് ചെയ്തിട്ട് നെയിം കറക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല എനർജി പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, അല്ല ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ വേദിക് അസ്ട്രോളജി, അല്ലെ ഇതുമല്ലെന്നൊരു AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാൻ, അല്ലെന്നൊരു ഈ പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് മാത്രമല്ല നമുക്ക് നാഡി അസ്ട്രോളജി, അല്ലെങ്കിൽ ഈ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി, ഈ പറയുന്ന നമ്മളെ കവർ ചെയ്യുന്ന സബ്ജക്ട്, അതുപോലെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോ വാസ്തു ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാട്സാപ്പ് നമ്പറിൽ. അല്ല ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നില്ല, ലോഗോ ക്രിയേഷന്, ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് വാസ്തു, അല്ലെങ്കിൽ ഈ ന്യൂമറോളജി, അങ്ങനെ പല സബ്ജക്റ്റ് നമ്മുടെ കവർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീക്കിലും ഇതേമാതിരി പ്രഡിക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പം മലയാളത്തിൽ എങ്ങും ഇല്ലാത്ത രീതിയിൽ ഇതേമാതിരി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും സെക്കൻഡ് കൊണ്ട്
ഇത്രയും ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ആ ഒരു കയറി വരുന്നതും അങ്ങനെ പടാന്ന് കണ്ടുപോകാനും അവരവരെ പറ്റി ഒന്ന് വിലയിരുത്താനും ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ്.